Hi dears, welcome back to my channel BabyPlants. zamioculcas zamifolia അഥവാ ZZ പ്ലാന്റ്. ഇന്നത്തെ വീഡിയോ ഈ പ്ലാന്റിൻ്റെ വിശേഷങ്ങളാണ്. ഇത് ഇൻഡോർ പ്ലാന്റ് ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇത് ZZ പ്ലാന്റിൻ്റെ ഒരു കോമൺ വെറൈറ്റിയാണ്. ഇത് കൂടാതെ 2-3 വെറൈറ്റി കൂടി ZZ പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് 2-3 കുഞ്ഞു തൈകൾ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു കേട്ടോ. ഇത് വലുതായി വളർന്ന് സ്പ്രെഡായി വരികയാണ് ചെയ്തത്. ഞാനന്ന് വിചാരിച്ചിരുന്നു അന്ന് ZZ പ്ലാന്റ് ഒന്നും എല്ലായിടത്തും ആയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കെയറിങ് ഒന്നും അറിയണ്ടായിരുന്നില്ല. ഇത് ഇൻഡോർ പ്ലാന്റ് അല്ലേ, ഇതെങ്ങനെ മുറ്റത്ത് പിടിക്കുമോ, വെയിൽ പറ്റുമോ എന്നല്ല ഞാൻ വിചാരിച്ചിരുന്നു, നശിച്ചോ ഇല്ലേ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഈ പ്ലാന്റ് എന്നെ അതിശയിപ്പിച്ച് കളഞ്ഞുകൊണ്ട് 2 പ്രളയം കഴിഞ്ഞപ്പോൾ എൻ്റെ മറ്റെല്ലാ ചെടികളും നശിച്ചു പോയപ്പോൾ ഇത് വീണ്ടും പുനർജീവിച്ച് വരികയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞാൻ ഇൻഡോറായിട്ട് വെച്ചിട്ടുള്ള ZZ പ്ലാന്റ്സ് ആണ്. ഇൻഡോറായി നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ പോട്ടി മിക്സായിട്ട് മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, ഇത് കൂടാതെ ഇത്തിരി പെർലൈറ്റ് കൂടി ചേർക്കുന്നത് നല്ലതാണ്. ഇത് ബ്ലാക്ക് ZZ പ്ലാന്റ് ഈ അടുത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ തളിര് ലീഫെല്ലാം പുതിയ ലീഫെല്ലാം വരുമ്പോൾ ഗ്രീൻ കളറായിരിക്കും. പിന്നീട് അത് ബ്ലാക്ക് കളറായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ഇവരെ പുറത്തെടുത്ത് വെച്ച് ഒന്ന് കുളിപ്പിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അകത്തേക്ക് തന്നെ കയറ്റി വെക്കുകയും ചെയ്തു. ZZ പ്ലാന്റിൻ്റെ ഒരു പുതിയ വെറൈറ്റി verigated ZZ പ്ലാന്റ് ഉണ്ട്. ഇത് ഇത്തിരി കോസ്റ്റ്ലിയാണ് കേട്ടോ. ZZ പ്ലാന്റിലെ ലീഫ് തന്നെയാണ് ഇതിൻ്റെ ഭംഗി. നിറയെ അടുക്കടുക്കായിട്ടുള്ള ലീഫ് കണ്ടില്ലേ. ഇതിൻ്റെ ലീഫിന് ഒരു വാക്സി ലീഫാണ്. കൂടാതെ ഒരു പ്ലാസ്റ്റിക് ലീഫ് പോലെ നമുക്ക് തോന്നുകയും ചെയ്യും. വലിയ പ്രശ്നങ്ങളൊന്നും കാണിക്കാത്ത ഒരു പ്ലാന്റാണിത്. ഒത്തിരി കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് കൂടിയാണ്. ഈ പ്ലാന്റ് നനച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ലീഫെല്ലാം നനയണ വിധത്തിൽ ഒരുപാട് വെള്ളമൊഴിച്ച് നനയ്ക്കുന്നത് ഈ പ്ലാന്റിന് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇത് മഴയത്തെല്ലാം വളരെ സന്തോഷമായിട്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മണ്ണിലായതുകൊണ്ട് വെള്ളം കൂടി പോകുന്ന ഒരു പ്രശ്നമില്ലല്ലോ. ഇതുണ്ടോ ZZ പ്ലാന്റിൻ്റെ ഫ്ലവറാണിത്. ഇത് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ, കണ്ടോ. കാണാൻ ഒത്തിരി ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഇത് ഈ താഴ്ഭാഗത്ത് കിടന്ന് അഴുകി പോവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള ഈ ഫ്ലവറെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ഇതിൻ്റെ ചുവടുഭാഗം നല്ല വൃത്തിയാക്കി എപ്പോഴും സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഫംഗൽ എന്തെങ്കിലും പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ ഞാൻ കടലപ്പിണ്ണാക്ക് നേർപ്പിച്ചതാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്. നമ്മൾ അകത്ത് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ZZ പ്ലാന്റ് ഒരുപാട് വളർന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇതിൻ്റെ സ്റ്റെമ്മെല്ലാം അങ്ങനെ വളഞ്ഞു പോകുന്നതായിട്ട് കാണാം. അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റില്ലാതെ ഒരു വഴിയില്ല. എന്നാൽ മുറ്റത്താണെങ്കിൽ പോട്ടിലാണെങ്കിലും നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് എണീറ്റ് നിൽക്കുന്നത് കാണാം. ഹ്യൂമിഡിറ്റിയിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് പറയുന്നു. ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ ഒരു ചുമരിലുള്ള ഒരു പോട്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴ്ഭാഗത്ത് ബൾബ് ഫോം ചെയ്ത് വരും. ഇതങ്ങനെ കുറച്ച് മുമ്പ് ഇട്ട് വെച്ചതായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ ആ സ്റ്റെമ്മ് ചീഞ്ഞു പോയെങ്കിലും അതിൻ്റെ ബൾബിൽ പുതിയ 2 ലീഫ് വന്നിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ തന്നെ വെക്കാം. ഇതുപോലെ പഴുത്ത ലീഫെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കുമ്പോൾ ഒന്നും കളയരുത്. ഇതെല്ലാം നമുക്ക് വെറുതെ മണ്ണിൽ കുത്തി വെച്ച് കൊടുത്താൽ മതി. 1 മാസം 1.5 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ താഴ്ഭാഗത്തെല്ലാം ബൾബ് ഫോം ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഇതിൽ നിന്നെല്ലാം പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതെല്ലാം ഇനി ഇത്തിരി പോട്ടി മിക്സ് എല്ലാം ചാണകപ്പൊടിയെല്ലാം മിക്സ് ചെയ്ത് പോട്ടി മിക്സ് റെഡിയാക്കി ഓരോ പോട്ടിൽ വെച്ചാൽ പുതിയ തൈകൾ ഉണ്ടാക്കി കിട്ടും. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് ഞാൻ അങ്ങനെ കുത്തി വെച്ചതായിരുന്നു. ഇതെല്ലാം ഇപ്പോൾ പുതിയ തൈകളായിട്ടുണ്ട്. ഇതുപോലത്തെ ഒരുപാട് തൈകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ZZ പ്ലാന്റ് ഒട്ടും ഇല്ലാത്തവർക്ക് ഇതുപോലത്തെ തൈകൾ തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ. കൊറിയർ ചാർജ് തരികയാണെങ്കിൽ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഇതുണ്ടോ ലീഫ് കുത്തി വെച്ചതായിരുന്നു. വലിയ സൈസ് പ്ലാന്റ്സും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ പ്ലാന്റ് വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. പുതിയൊരു പ്ലാന്റിൻ്റെ വിശേഷങ്ങളുമായി
അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.